വിശ്വാസവഞ്ചന കാണിച്ചവർക്കും ചതി അലങ്കാരമായി കാണുന്നവർക്കും മറുപടി പറയാൻ നിൽക്കരുത്. ഇനി അവർ എത്ര നന്നായി എന്ന് പറഞ്ഞാലും ഇനി ഒരു അവസരം അവർക്ക് കൊടുക്കരുത്. പരസ്പരം തമ്മിൽ മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങിയാൽ വിവാഹ ജീവിതത്തേക്കാൾ വലിയ സ്വർഗം ഭൂമിയിലില്ല. ഒന്നിച്ച് ജീവിച്ചിട്ടും പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വിവാഹത്തേക്കാൾ വലിയ ദുരന്തം വേറെയില്ല. നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ മറക്കുക. നിങ്ങളെ സന്തോഷിപ്പിച്ച നിമിഷങ്ങൾ ഓർമ്മിക്കുക. കഴിഞ്ഞുപോയ പ്രശ്നങ്ങൾ എല്ലാം മറക്കുക. നിങ്ങളുടെ വഴിക്കുള്ള അനുഗ്രഹങ്ങൾ മാത്രം സ്വീകരിക്കുക. ബന്ധങ്ങൾ എപ്പോഴും തണലാകണം. പകരം പൊള്ളുന്ന ചൂടാണ് തരുന്നതെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നത് തന്നെയാണ് ഉചിതം. ബുദ്ധിമാൻ ഏതൊരു തർക്കത്തെയും നിശബ്ദത കൊണ്ട് നിയന്ത്രിക്കുന്നു. എന്തിനെയാണോ നമ്മൾ ഭയക്കുന്നത് അതിനെതിരെ തന്നെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം. കാരണം ചിന്തയിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു തുടങ്ങുന്നത്. ലക്ഷ്യങ്ങൾ സംസാരിച്ചിരിക്കാനുള്ളതല്ല, അത് പരിശ്രമിച്ച് നേടിയെടുക്കാനുള്ളതാണ്. നമ്മൾ തകർന്നു പോകുന്നു എന്ന ഘട്ടത്തിൽ പോലും ആത്മവിശ്വാസം കൈവിടരുത്. കഴിഞ്ഞതൊക്കെ ഒരു അത്ഭുതമായി തോന്നുന്ന വിധത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഒരു വ്യക്തി ചെയ്യുന്ന ഏറ്റവും മോശം കാര്യമാണ് തൻ്റെ പങ്കാളിയെ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹസിക്കുക എന്നത്. നിങ്ങളുടെ ചുറ്റിനും നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം യഥാർത്ഥത്തിൽ നിങ്ങളോടൊപ്പം ഈ ലോകത്ത് ജീവിക്കുന്നതോ ജീവിച്ചിരുന്നതോ ആയ പലരുടെയും കഠിനാധ്വാനത്തിൻ്റെ ഫലങ്ങളാണെന്ന് തിരിച്ചറിയുക. സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടരുത്. യുവത്വത്തിൻ്റെ വീക്ഷണകോണിൽ ജീവിതം ഒരു അനന്തമായ ഭാവിയാണ്. എന്നാൽ വാർദ്ധക്യത്തിൻ്റെ വീക്ഷണകോണിൽ അത് വളരെ ചെറിയൊരു ഭൂതകാലമാണ്. എത്രമാത്രം അടുത്ത ബന്ധമോ സൗഹൃദമോ ആയിക്കോട്ടെ, പരിധിയിൽ കൂടുതലായി ആരെയും ആശ്രയിക്കാതിരിക്കുക. എന്തെന്നാൽ നൽകുന്നവർ അതിൻ്റെ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ട് എന്ന് മറക്കാതിരിക്കുക. മിതമായ ആശ്രയങ്ങൾക്കാണ് ഹിതമായ ബന്ധങ്ങളെ നൽകാൻ കഴിയുന്നത്. ചില വേദനകൾ അങ്ങനെയാണ്. മനസ്സിന് താങ്ങാനും പറ്റില്ല, ആരോടും പറയാനും പറ്റില്ല. ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിലെ ഇരുട്ടല്ല, പലരെയും തിരിച്ചറിയാനുള്ള വെളിച്ചമാണ്. നിങ്ങളെ ചതിക്കുന്നവർ, അപമാനിക്കുന്നവർ, അവഗണിക്കുന്നവർ, ഒഴിവാക്കുന്നവർ എന്നിവരെ അകറ്റി നിർത്തുക. ഒരുമിച്ച് നടന്നപ്പോൾ എന്ത് നേടി എന്നതല്ല, തനിച്ച് നടന്നപ്പോൾ ഒരു പിൻവിളിക്ക് പോലും ആരുമില്ലെന്ന തിരിച്ചറിവാണ് ജീവിതം. ഏതൊരു ബന്ധത്തിലും പിണക്കങ്ങൾ സർവ്വസാധാരണമാണ്. പിണക്കത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ പരസ്പരം ചർച്ച ചെയ്യണം. മറ്റുള്ളവരുടെ ശ്രദ്ധ നേടുന്നതിനേക്കാൾ നമ്മൾ അവരുടെ ബഹുമാനം നേടാനാണ് ശ്രമിക്കേണ്ടത്. അതിനായി ഒഴിവു കഴിവുകൾ പൂർണ്ണമായി ഒഴിവാക്കി ഓരോ നിമിഷവും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ആരെയെങ്കിലും സഹായിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണെങ്കിൽ അവരെ സഹായിക്കുക. ആ വ്യക്തിയുടെ പ്രാർത്ഥനകൾക്ക് ദൈവം നിങ്ങളിലൂടെയാകാം ചിലപ്പോൾ ഉത്തരം നൽകുന്നത്. പരിശ്രമിച്ചു കൊണ്ടിരിക്കുക എന്നത് തന്നെയാണ് അന്വേഷണാത്മക കണ്ടെത്തലുകളിലും ബുദ്ധിപരമായ നിഗമനങ്ങളിലും എത്തിച്ചേരാനുള്ള ഏക വഴി. ഏറ്റവും നല്ല ശീലങ്ങളിൽ ഒന്നാണ് ക്ഷമ. ജീവിതത്തിൽ ക്ഷമിക്കുന്നവരെ കണ്ടാൽ അവർ ഭീരുക്കളാണെന്ന് കരുതരുത്. ക്ഷമിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങളെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല. കഷ്ടകാലമെന്ന് നിങ്ങൾ കരുതുന്ന നേരത്തിൻ്റെ മറവിൽ പലപ്പോഴും അനുഗ്രഹങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ടാവാം. അതുകൊണ്ടാണ് കഷ്ടപ്പാടുകളിലെ അവസാനം നിങ്ങൾ മികച്ചവരും ശക്തരും ബുദ്ധിശാലികളുമായി മാറുന്നത്. വിധി അകറ്റിയ പ്രണയവും കാലം മായ്ക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ്. അത് നമ്മെ ഓർമ്മകളാൽ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും. അടുത്തുള്ളവയെ അവഗണിച്ചുകൊണ്ട് അകലങ്ങളിലുള്ള സുഖവും സന്തോഷവും തേടിപ്പോകുന്നത് തികച്ചും വിഡ്ഢിത്തമാണ്. അവനവനിൽ നിന്നും ഒന്നും പഠിക്കാത്തവന് അന്യരിൽ നിന്നും ഒന്നും നേടാൻ കഴിയില്ല. നമ്മൾ നല്ലതായാൽ മതി. നല്ലതാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച് സമയം വെറുതെ കളയരുത്. കുട്ടികൾക്ക് 2 കാര്യങ്ങൾ പകർന്നു നൽകുക. ആദ്യത്തേത് ഉറച്ചു നിൽക്കാൻ ആവശ്യമായ വേരുകൾ, രണ്ടാമത്തേത് പറന്നുയരാൻ ചിറകുകൾ. ജീവിതത്തിൽ നമ്മൾ
പലയിടത്തും പരാജയപ്പെടുമ്പോൾ സ്നേഹത്തോടെ ആത്മധൈര്യം നൽകി കൂടെയുണ്ടാകുന്ന ചിലരുണ്ട്. അവരുടെ വാക്കുകൾ മതി നമുക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുവാൻ. ഒരാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അറിയാൻ അയാൾ തന്നേക്കാൾ താഴ്ന്നവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാകേണ്ട സമയത്ത് മനസ്സിലാവില്ല. പിന്നെ മനസ്സിലായി തുടങ്ങുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോകും. അതാണ് ജീവിതം. ജീവിതത്തിൽ എവിടെയായാലും ഒഴിവാക്കുകയാണെന്ന് തോന്നിയാൽ തനിയെ ഒഴിഞ്ഞു മാറണം. ഒത്തിരി വേദനിക്കുന്നതിനേക്കാൾ നല്ലത് ഒന്ന് ഒഴിഞ്ഞു മാറുന്നതാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിഞ്ഞില്ല എന്നത് തന്നെയാണ്. വാക്കുകളെ വിശ്വസിക്കരുത്, പ്രവൃത്തികളെ വിശ്വസിക്കുക. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയുള്ള ജീവിതം അസാധ്യമാണ്. ജീവിതത്തിൽ തുടർച്ചയായി ആരോപണങ്ങൾ നേരിടുന്നുവെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ നേരായ പാതയിൽ തന്നെയാണ്.